10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്ന, എന്തും ചോദിക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ, മാത്സ് ടീച്ചർ. ഒരു ദിവസം എന്തോ ഒരു മാത്സിൽ ഡൗട്ട് ചോദിച്ചതിന് ദേഷ്യപ്പെട്ട് എൻ്റെ മുഖത്തടിച്ചു. അന്ന് സ്കൂൾ വിട്ട് പോകുമ്പോൾ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അഷ്റഫേ, രാവിലെ ഫാമിലിയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ സ്ട്രെസ്സിലും ദേഷ്യത്തിലുമാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് നിനക്കായി അടി വീണത്. ആ അടിയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വാട്ട് ഹാപ്പനിങ് ഹിയർ? നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ബിഹേവിയറെ കൺട്രോൾ ചെയ്യണം. അതൊരിക്കലും അനുവദിക്കരുത്. നമ്മുടെ ഏത് ഇമോഷനിലായിക്കോട്ടെ, ജീവിതത്തിൽ തകർന്നിരിക്കുകയായിക്കോട്ടെ, നമ്മളടുത്ത് ഒരാൾക്ക് വന്നിട്ട് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റണം. പറയാൻ കാരണം, നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ബലിയാടാവുന്നത് അനർഹരാണ്. അത് അർഹിക്കുന്നില്ല അവർ. ചില ആൾക്കാരെ കാണുന്നില്ലേ, ഓഫീസിൽ എല്ലാ സ്ട്രെസ്സും കൊണ്ടുവന്നിട്ട് ഫാമിലിയിൽ തീർക്കും. അതിന് നേരെ തിരിച്ചുള്ള ആൾക്കാരുണ്ട്. ഫാമിലിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഓഫീസിൽ പോയിട്ട് കീഴ് ഉദ്യോഗസ്ഥനോട് തീർക്കും, അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളോട് തീർക്കും. ഇതൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയും? നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ അത് ബിഹേവിയറിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു ആനയെ പൊക്കുന്നവനല്ല യഥാർത്ഥ ശക്തിമാൻ, തൻ്റെ കോപത്തെ അടക്കുന്നവനാണ് യഥാർത്ഥ ശക്തിമാൻ. ഫേക്ക് ബിഹേവിയറിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് തനിക്ക് ആവശ്യമുള്ള ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുകയും തൻ്റെ ചെലവിനാൽ കഴിയുന്നവരോട് വളരെ റൂഡായിട്ട് പെരുമാറുകയും ചെയ്യുന്നവരുണ്ട്. ഏത് സാഹചര്യത്തിലും ചുറ്റുമുള്ള മനുഷ്യരോട് വളരെ സ്വീറ്റായിട്ട് പെരുമാറാൻ പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. യുവർ ആങ്കർ ഡസൻറ്റ് സോൾവ് എനിത്തിങ്, ഇറ്റ് ഡിസ്ട്രോയ്സ് എവറിത്തിങ്. ഓൾവേസ് ബിഹേവ് യുവർ സെൽഫ്. ബൈ.